നമസ്കാരം. വിമാനത്താവളത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ നിലത്ത് കിടത്തി കൈകൾ ബന്ധിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച് ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനായ കുനാൽ ജെയിൻ. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക് വിമാനത്താവളത്തിലാണ് സംഭവമെന്നാണ് കുനാൽ ജെയിൻ പറയുന്നത്. യുവാവ് കരയുന്നുണ്ടെന്നും അധികാരികൾ ഒരു കുറ്റവാളിയെ പോലെയാണ് പെരുമാറിയതെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. സംഭവം അന്വേഷിച്ച് വിദ്യാർത്ഥിയെ സഹായിക്കണമെന്ന് ജെയിൻ അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥിക്കായി സഹായം തേടി ഇന്ത്യൻ എംബസിയെയും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും കുനാൽ പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് കുനാൽ സിംഗ് എക്സിൽ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയെ ബലം പ്രയോഗിച്ച് നിലത്ത് കിടത്തി കൈകൾ പിന്നിലാക്കി വിലങ്ങ് വെക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സംഭവം നടന്നത് ശനിയാഴ്ച രാത്രിയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൈകൾ ബന്ധിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥി കരഞ്ഞുവെന്നും ഒരു കുറ്റവാളിയെ പോലെയാണ് അധികൃതർ പെരുമാറിയതെന്നും ഹിന്ദി എഴുത്തുകാരൻ കൂടിയായ കുനാലിന്റെ പോസ്റ്റിൽ പറയുന്നു. ഫോട്ടോയിൽ പോർട്ട് അതോറിറ്റി പോലീസ് എന്നെഴുതിയ തൊപ്പി ധരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാം. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും സേവനം നൽകുന്ന ഗതാഗത നിയമനിർവഹണ ഏജൻസിയാണ് പോർട്ട് അതോറിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റ്. വിമാനത്താവളങ്ങൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, ബസ് ടെർമിനലുകൾ, തുറമുഖങ്ങൾ, റെയിൽ ഗതാഗതം, വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയം തുടങ്ങി തുറമുഖ അതോറിറ്റിയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ ചുമതല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ ഗതാഗത ബന്ധിത പോലീസ് സേനയാണിത്. താൻ സഞ്ചരിച്ച അതേ വിമാനത്തിൽ വിദ്യാർത്ഥിയെ കയറ്റേണ്ടതായിരുന്നെങ്കിലും കയറ്റിയിട്ടില്ല. ന്യൂജേഴ്സി അധികൃതരിൽ നിന്ന് അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ എംബസിയെയും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും ടാഗ് ചെയ്ത് അദ്ദേഹം കുറിച്ചു. വിദ്യാർത്ഥി ഹരിയാന സ്വദേശിയാണെന്ന് സംശയിക്കുന്നതായും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നു. എല്ലാ ദിവസവും ഇത്തരം 3-4 കേസുകൾ സംഭവിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം കേസുകൾ കൂടുതലാണെന്നും കുമാലിന്റെ പോസ്റ്റിൽ പറയുന്നു. വിദ്യാർത്ഥിക്കെതിരായ US അധികൃതരുടെ നടപടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്.